ശ്രീ സുരേഷ് ഗോപി. സുരേഷ് ഗോപി കേരളത്തിൽ നിന്ന്. സുരേഷ് ഗോപിക്ക് അവിടെ വലിയ കയ്യടിയുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ആദ്യമായി വിജയിച്ച് ലോക്സഭയിലെത്തിയ സുരേഷ് ഗോപി. I, Suresh Gopi, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a Minister of State for the Union, and that I will do right to all manner of people in accordance with the Constitution and the law, without fear or favor, affection or ill will. I, Suresh Gopi, do swear in the name of God that I will not directly or indirectly communicate or reveal to any person or persons any matter which shall be brought under my consideration or shall become known to me as a Minister of State for the Union, except as may be required for the due discharge of my duties as such Minister of State. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അത് ഒരുപക്ഷെ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടാണെങ്കിൽ ഇത്രയും വലിയ ആവേശകരമായ വിജയമുണ്ടാക്കിയതിനു ശേഷം സ്വതന്ത്ര ചുമതല എങ്കിലും പ്രതീക്ഷിച്ചിരുന്നു. അത് ഒരുപക്ഷെ അദ്ദേഹത്തിന് ആ ഒരു രാഷ്ട്രീയ വിജയത്തിന് അദ്ദേഹം അർഹിച്ചിരുന്നതും ആണെന്ന് തോന്നുന്നു. തീർച്ചയായും. ഏതായാലും ഇത് ഇത്തരത്തിലുള്ള പദവി സഹമന്ത്രി സ്ഥാനമൊക്കെ BJP കേരളത്തിൽ നിന്ന് ജയിക്കാത്ത ഘട്ടങ്ങളിൽ പോലും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു ഭരണ പരിചയം പ്രവർത്തനം കൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും ഉയർന്നു വരാവുന്നതാണ്. അല്ല, ഇനി വേണമെങ്കിൽ ഒരു പ്രൊമോഷൻ ഒക്കെ കിട്ടാവുന്നതാണ്. അതെ, അതാ ഞാൻ പറഞ്ഞു, ഉയർന്നു വരാവുന്നതാണ്. ഓരോ പുരസ്കാരങ്ങളിലും എത്ര പേർക്കാണ് പ്രൊമോഷൻ കിട്ടിയത് കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് കണ്ടതാണ്. ഡോക്ടർ എൽ. മുരുകൻ അഭിനന്ദിക്കുന്നത് നമുക്ക് കാണാം.